നീയും കുഴന്തയും മരിക്കാൻ ശ്രമിച്ചില്ലേ? കുറഞ്ഞത് കുഴന്തയാവത് നശിപ്പിച്ച ഇന്റെ പ്രശ്നം എല്ലാം തീർന്നിടും. രോഹിണി, யாருக்குமே தெரிய வேணாம். நின்ற வயிற்றில குழந்தையே யாருக்கும் தெரியாதே அபோஷன் பண்ணிடு. ஹெல்ப்புக்கு நான் உன்னோட கூட இருக்கு. சீக்கிரமா பண்ணலேனா இந்த വീട്ടുകാരെ ഉന്നെ ചവിട്ടി പുറത്താക്കിടുവേ. അയ്യോ, അങ്ങനെയൊന്നും ഓർക്കാൻ കൂടി വയ്യ എനിക്ക്. വിനയേട്ടൻ പെട്ടെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഇനി എന്റെ മുമ്പിൽ പഴയ വഴിയേ ഉള്ളൂ. ആത്മഹത്യ. ഞാനും കുഞ്ഞും മരിക്കും, അത് തീർച്ചയാണ്. ഇല്ല, വിനയേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങണം. വിനയേട്ടന്റെ കുഞ്ഞിന് രോണി ചേച്ചി പ്രസവിക്കണം. അലക്സി വാങ്ങിക്കൊണ്ടുപോയ താക്കോല് തിരികെ വാങ്ങണം. എന്നാലേ ഈ കുടുംബം നിലനിൽക്കൂ. എന്നാലേ ഇവിടെയുള്ള മനുഷ്യർക്ക് ജീവിതം ഉണ്ടാവൂ. മുത്തശ്ശി പറഞ്ഞതുപോലെ അതിന് കാശ് വേണം, കൈ നിറയെ കാശ്. ഞാൻ എന്നെ വിറ്റിട്ടായാലും അത് സംഘടിപ്പിച്ചേ പറ്റൂ. ഓ, ചന്തുവിന്റെ ഫോണാണോ? ഓ, അവളാ. ഇനിയിപ്പൊ അടുത്ത കലാപരിപാടിക്ക് വിളിക്കുകയായിരിക്കും. അവന്റെ ഓരോരോ തലയിലെടുത്ത്. ചന്തു എവിടെ? പണിക്കിറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല, അവിടെ കിടന്നുറങ്ങുക. കഷ്ടം, നേരെ ഉദിച്ച് അസ്തമിക്കാറായി, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അതെങ്ങനാ? രാത്രി മുഴുവൻ കരച്ചിലും പദം പറച്ചിലും ഒക്കെ ആയിരുന്നല്ലോ. എനിക്കെങ്ങും വേണ്ട, ആശാൻ എടുത്തോ. എനിക്ക് വേണ്ടത് ഇതാ, ഡോക്ടറെ വിടണ. ഹലോ ഹലോ ചന്തു, ഞാനാ വിസ്മയ. പറ, എന്താ? നീ അവിടെ ബിസിയാണോ? നിനക്കൊന്ന് പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റുമോ? പിന്നെന്താ? നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ഉടൻ വരണോ ഇവിടെ? വിസ്മയ റെഡി ആയി നിന്നോ? ഞാൻ പുറപ്പെട്ടു. ശരി. എങ്ങോട്ടാ നീ? ഞാൻ വിസ്മയെ കാണാൻ പോവാ. ഇപ്പൊ വരാം. ഇനി അവളെ കാണില്ല, മിണ്ടില്ല എന്നൊക്കെ രാത്രി പറഞ്ഞവനാ. പാലും ചുരുട്ടി പോണ പോക്ക് കണ്ടില്ലേ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.